മകനാണോ മരുമകൾ വഴിയാണോ കൊട്ടേഷൻ വന്നത് എന്നൊന്നും ആ അമ്മയ്ക്കറിയില്ല. പക്ഷേ ചെയ്യാത്ത തെറ്റിന് അവർ അഴിയെണ്ണിയത് 72 ദിവസമാണ്. 2023 ഫെബ്രുവരി 27-നാണ് ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഷീല സണ്ണിയുടെ ജീവിതത്തിൽ ഇരുട്ട് വീണത്. പാർലറിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു എന്ന അജ്ഞാത ഫോണിനെ തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഷീലയുടെ ബാഗിൽ നിന്ന് LSD സ്റ്റാമ്പിന് സമാനമായ ചില വസ്തുക്കൾ സംഘം കണ്ടെടുത്തു. നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കാതെ ഉദ്യോഗസ്ഥർ ഷീലയെ ആ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു. ഒപ്പം ഫോട്ടോ സഹിതം വാർത്ത മാധ്യമങ്ങൾക്ക് കൈമാറി. അന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട ഷീല 72 ദിവസം കഴിഞ്ഞാണ് പുറം ലോകം കാണുന്നത്. ഞാൻ ആകെ നെറ്റി തരിച്ചതായിരുന്നു. എനിക്കിത് അറിയില്ല, അത് സ്റ്റാമ്പാണെന്ന് അവർ പറഞ്ഞു. എന്നെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടുപോയി. 72 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ജാമ്യം എനിക്ക് കിട്ടുന്നത്. 4 മാസങ്ങൾക്ക് ശേഷം രാസപരിശോധനാ ഫലം പുറത്തു വന്നു. LSD സ്റ്റാമ്പിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യമില്ല എന്നായിരുന്നു റിപ്പോർട്ട്. അപ്പോഴേക്കും ആ സ്ത്രീയുടെ ജീവിതം കൈവിട്ടു പോയിരുന്നു. പിന്നെ ഞാൻ മാനസികമായിട്ട് കുറേ തകർന്നുപോയി. ഈ നിരപരാധീനെ അറിഞ്ഞിട്ടും കൂടി എന്നെ ബന്ധുക്കൾ ഇതുവരെയ്ക്ക് എന്നെ വന്ന് ആരെങ്കിലും കണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് പേരൊക്കെ എന്നെ അറിയുന്നവരൊക്കെ നന്നായിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. ഹൈക്കോടതി കുറ്റവിമുക്തയാക്കിയെങ്കിലും വീടിന് പുറത്തിറങ്ങാനുള്ള ഒരു ആത്മധൈര്യം അവർക്കുണ്ടായില്ല. കേസ് നടത്താനായി പാർലറിലെ ഉപകരണങ്ങളെല്ലാം വിൽക്കേണ്ടി വന്നതോടെ വരുമാനവും നിലച്ചു. ഇതോടെയാണ് നാടുവിടണമെന്ന തോന്നലുണ്ടായത്. ചെന്നൈയിലേക്ക് വണ്ടി കയറിയ അവരിന്ന് ഒരു ഡേ കെയറിൽ ആയെയാണ്. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കണ്ട. പിന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. നമ്മളതിന് ഇപ്പം ഞാൻ മരിച്ചെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസം എല്ലാവരും സംസാരിക്കും, അത് കഴിയുമ്പോൾ അത് അവർ മറക്കും. പക്ഷെ വിഷമിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവരാണ്. ഇതിനിടെ മരുമകളുടെ സഹോദരി ലിവിയ, നാരായണദാസ് എന്നിവരെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും അന്തിമ വിധി വന്നില്ല. വ്യാജ പരാതികൾക്ക് ഇരകളാകുന്നവരുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് എന്ന ഹൈക്കോടതി വിധിയിലെ പരാമർശം അക്ഷരം പ്രതി ശരിവയ്ക്കുകയാണ് ഷീലയുടെ ജീവിതം. കള്ളക്കേസിൽ സമൂഹമാകെ അകറ്റി നിർത്തിയ ആ അമ്മയെ ഞങ്ങൾ ദുബായിലേക്ക് കൂട്ടുന്നു. മോംസ് ആൻഡ് വൈഫ്സ് അമ്മയ്ക്കൊപ്പം പരിപാടിയിൽ അതിഥിയായി. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ദുബായിലേക്ക് പോകാൻ. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് സന്തോഷമായിട്ട്